ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി സ്കിൻ കെയർ റൂട്ട് നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല ഡയമണ്ട് പോലെയുള്ള ഗ്ലോ ആകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചീപ്പാണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് അധികം ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും, ഞാൻ കോളേജ് സ്റ്റുഡൻസിലായിക്കോട്ടെ അല്ലാതെ ആരൊക്കെ ഈ നമ്മുടെ മണി പ്രശ്നങ്ങളൊന്നും വരത്തില്ല, ഓവർ ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ചീപ്പാണ്, അതുപോലെ വളരെ എഫക്റ്റീവാണ്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടിൽ ആഡ് ചെയ്താൽ അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടെ. ഒന്നാമത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഫേസ് വാഷാണ്. നമുക്കറിയാം ഇപ്പം പല ടൈപ്പുള്ള ഫേസ് വാഷ് ഇപ്പം മാർക്കറ്റിലുണ്ട്. ഇപ്പം പല ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഹിമാലയ ഉണ്ട്, അതുപോലെ തന്നെ പല ടൈപ്പുള്ള ഫേസ് വാഷുകളുണ്ട്. പക്ഷേ ഈ ഫേസ് വാഷുകളുടെയൊക്കെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് അറിയാമോ, ഇത് നാച്ചുറൽ ഓയിൽസിനെ കൂടെ അബ്സോർവ് ചെയ്യും. നമ്മൾ നല്ല ഫേസ് വാഷ് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്സസീവ് ഓയിൽ മാത്രം അബ്സോർവ് ചെയ്തിട്ട് നാച്ചുറൽ ഓയിൽസിനോട് നിൽക്കുക. അങ്ങനെയുള്ള ഫേസ് വാഷുകൾ നമ്മുടെ മാർക്കറ്റ് തീരെ കുറവാണ്. ഒട്ടുമിക്ക എല്ലാ ഫേസ് വാഷുകളും നമ്മുടെ നാച്ചുറൽ ഓയിൽസിനെ കൂടെ അബ്സോർവ് ചെയ്യും. ഇങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെൻഡൻസി കാണിക്കും. ഓവറായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് പിമ്പിൾസ് ഓവറായിട്ട് വരാൻ തുടങ്ങും. നമ്മൾ എന്തിനാണോ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും അഫോർഡബിളും അതുപോലെ ഏറ്റവും നല്ല കിഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മുൾട്ടാനി മിട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നിലം തൊടാൻ മണ്ണെന്നൊക്കെ പറയും. മുൾട്ടാനി മിട്ടി ഇത് 100% ഹെർബലുമാണ്. അവിടെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു ടൈപ്പിലുള്ള ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മളിപ്പം ആയുർവേദ കടയിൽ പോവുക, അവിടെ മുൾട്ടാനി മിറ്റിയുടെ പൗഡർ കിട്ടും. ആ പൗഡർ മേടിക്കുക. ഏകദേശം 50 ഗ്രാം വരുന്നൊരു പാക്കറ്റിന് ഏകദേശം 15-20 രൂപയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ജാറിൽ ഇട്ട് വെക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. നിങ്ങൾക്ക് രാവിലെ എനിക്ക് ഫേസ് വാഷ് ചെയ്യണം തോന്നുമ്പോൾ കുറച്ചെടുത്ത് കയ്യിലേക്ക് ഇടുക, ഇച്ചിരി വെള്ളം അതിൻ്റെ മുകളിലേക്ക് തളിക്കുക, ഒന്ന് ക്രീം രൂപത്തിലാക്കുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റബ്ബ് ചെയ്യുക, കഴുകിക്കളയുക, തീർന്നു. ഇത് ഡെയിലി 3 ടൈംസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫയർ ആണ്. നമ്മുടെ ബ്ലഡ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒന്നും നമ്മൾ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. ഇപ്പോൾ പല ടൈപ്പുള്ള ബ്ലഡ് പ്യൂരിഫയേഴ്സ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ എലമെൻസിൻ്റെ ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും സേഫ് ആൻഡ് എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചീപ്പസ്റ്റ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ നീം ലീവ്സ് ആണ്. അപ്പോൾ ഈ നീം ലീവ്സ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒരു 5-6 എണ്ണം ഡെയിലി അതിനെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെറും വയറ്റിൽ കഴിക്കരുത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വായിട്ട് ചവച്ച് നല്ലപോലെ അരച്ച് കഴിക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയറാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ഇപ്പം നമ്മൾ റെറ്റിനോൾ ക്രീംസും അതുപോലെ റെറ്റിനോൾ ക്രീംസൊക്കെ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. ഈ റെറ്റിനോൾ ക്രീംസ് അതുപോലെ റെറ്റിനോൾ പ്രൊഡക്ട്സ് ചെയ്യുന്ന അതേ ഗുണം നമ്മുടെ ആൽമണ്ട് ഓയിൽ ചെയ്യും. മനസ്സിലായ, നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതെല്ലാം മാറ്റും. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യും. നമ്മുടെ സെൽ ടേൺ ഓവർ ചെയ്യും. അതുപോലെ നമ്മുടെ ഗ്ലോ എൻഹാൻസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ആൽമണ്ട് ഓയിൽ. ഇത് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അതുപോലെ സ്റ്റേഷൻ ഷോപ്പിലൊക്കെ കിട്ടും, പല റേറ്റ് കിട്ടും. അതുപോലെ ഈ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ആൾക്കാർ യൂസ് ചെയ്യാതിരിക്കുന്നതൊക്കെ ഏറ്റവും ബെറ്റർ കാര്യമാണ്. ബാക്കിയുള്ള ആൾക്കാർ അവരുടെ നോർമൽ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരും അവരുടെ ഫേസിലും ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞ് ഏതെങ്കിലും മൈൽഡായിട്ടുള്ള സോപ്പ് വെച്ച് വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ നല്ലതാണ് സ്കിന്നിന്. ഏറ്റവും കൂടുതൽ ഉപകാരിയാകുന്ന ആൾക്കറിയാം ഈ പ്രഗ്നൻസി ആയ വുമൺസിനാണ്. കാര്യം ഈ പ്രഗ്നൻസി കഴിഞ്ഞ് അവരുടെ ബോഡിയിൽ വരുന്ന സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്ന പോലും പൂർണ്ണമായി മാറുന്നതാണ്. ഇത് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്, വെറുതെ പറയുന്നല്ലോ. സ്റ്റഡീസിൽ പ്രൂവ് ചെയ്ത കാര്യം, ഗർഭിണിയായ സ്ത്രീകൾക്ക് ഈ ആൽമണ്ട് ഓയിൽ തുടർച്ചയായി 1 മാസം യൂസ് ചെയ്യാൻ കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ സ്ട്രെച്ച് മാർക്ക് 90% റിക്കവറായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവ് സാധനമാണ് ഈ പറഞ്ഞ ആൽമണ്ട് ഓയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടിൽ ആഡ് ചെയ്യാം. പല ആൾക്കാരും ഇപ്പോൾ ചോറ് വെച്ച ശേഷം കഞ്ഞിവെള്ളം വെറുതെ കൊണ്ട് കളയുക. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്ന ആൾക്കാർ വളരെ തുച്ഛമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജാപ്പനീസുകാരാണ്. കാരണം ജാപ്പനീസുകാരുടെ സ്കിൻ കെയർ റൂട്ടിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ കഞ്ഞിവെള്ളം. അത് ഉപ്പിട്ട കഞ്ഞിവെള്ളമല്ല. ഏറ്റവും ബെസ്റ്റ് നമ്മൾ വൈകുന്നേരങ്ങൾ കഞ്ഞി വെക്കുമല്ലോ, കഞ്ഞി വെച്ച ശേഷം ഉപ്പിടുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ ഐസ് ട്രെയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഐസ് ക്യൂബ്സായിട്ട് അപ്ലൈ ചെയ്യുക. ഡെയിലി അതിന് 1-2 ഐസ് ക്യൂബ്സ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഒരുപാടുപ്പെട്ട എല്ലാ സ്കിൻ പ്രോബ്ലംസും മാറുന്നതാണ്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആകും, അതുപോലെ ഫെയർ ആകും, നിങ്ങളുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും, നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ കഞ്ഞി വെള്ളത്തിനുണ്ട്. അതുപോലെ 5-മത്തും അതുപോലെ നമുക്ക് സൂപ്പർ എഫക്റ്റീവ് ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ബേസൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമാവ്. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ഈ ഒരു പാക്ക് സൂപ്പറാണ്. എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എണ്ണമയം കൂടും, ആ വഴി പിമ്പിൾസ് വരും. അങ്ങനെയാണ് അവർക്ക് സ്കിൻ ഡാമേജ് ആകുന്നത്, സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നഷ്ടപ്പെടുന്നത്. ഈ ബേസിൻ്റെ ഏറ്റവും വലിയ ഗുണം പറഞ്ഞാൽ ഇത് നമ്മുടെ എക്സസീവായുള്ള ഓയിൽ അബ്സോർബ് ചെയ്യും. അതുപോലെ അതുമൂലം
നമുക്ക് പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നന്നായിട്ട് ഗ്ലോ എൻഹാൻസ് ചെയ്യും സ്കിന്നിൻ്റെ, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, ഈവൻ ടോൺ ആക്കും. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ പറഞ്ഞ ബേസൻ പൗഡർ ഉണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയൊരു പാത്രം എടുക്കുക, അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ബേസൻ പൗഡർ ഇടുക, ഒരു പിഞ്ച് പറഞ്ഞാൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, ഇത് മിക്സ് ചെയ്യാൻ പാകത്തിൽ തൈരെടുക്കുക, ഒരു 1-2 ടേബിൾ സ്പൂൺ തൈരെടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ അപ്പം സോപ്പ് ഇടരുത്, നോർമൽ വാഷ് ചെയ്യുക. ഇങ്ങനെ ഒരു വീക്കിലി 3 ടൈംസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫേസ് പാക്ക് കൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടിൽ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈം ഞാൻ പറയുന്നില്ല, കാര്യം ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ടൈം ഞാൻ പറയുന്നില്ല. ഏകദേശം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റിസൾട്ട് നിങ്ങൾക്ക് ഡബിൾ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഷുഗർ കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിൽ ഷുഗർ കണ്ടൻറ്റുള്ള ഐറ്റംസ് പരമാവധി കട്ട് ചെയ്യുക. ഫുൾ കട്ട് ചെയ്യാൻ പറ്റുക ഫുൾ കട്ട് ചെയ്തോ, അത്രയ്ക്ക് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിൽ മധുരപലഹാരങ്ങൾ, ചോക്ലേറ്റ്, സ്വീറ്റ്സ്, കേക്ക്, അതുപോലെ തന്നെ ഈ ഐറ്റംസൊക്കെ പരമാവധി കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓയിൽ, എണ്ണ, ഈ നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും വലിയ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറാണ്, രണ്ടാമത്തെ മെയിൻ വില്ലൻ എണ്ണയാണ്. ഈ 2 എണ്ണന്മാരെ നമ്മൾ മാറ്റിയെടുത്തോളം നമുക്ക് ഒരുപാട് എല്ലാ സ്കിൻ പ്രോബ്ലംസും ക്യൂർ ആവുന്നതാണ്. അപ്പോൾ ഈ 2 കണ്ടൻറ്റും നിങ്ങൾ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുക. എണ്ണ നമുക്ക് ഏർലിയറാണ്, നമുക്ക് എണ്ണ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. കാരണം വറക്കാനും പൊരിക്കാനും കാര്യങ്ങളൊക്കെ എണ്ണ ആവശ്യമുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ കളവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.